അതുപോലെ കഴിച്ചു ഒരുപാട് സന്തോഷമായിട്ടാ. അവിടെ വരെയൊക്കെ പോയി വന്നതാണ്. ഒന്നും കിട്ടിയില്ല, ഒരു ആക്ടിവിറ്റി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹാപ്പി. സാധനം വേണ്ട മീന്. ഓക്കെ, ഒരു 1-2 പ്രാവശ്യം കൂടി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ, കിട്ടിയാലോ. ശ്രമിക്കാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്, അപ്പോൾ ഒന്ന് കണ്ടു നോക്ക്. പൊന്തക്കാട് ഇതൊക്കെ നമ്മൾ മുമ്പ് ചൂണ്ടിടാൻ വന്നിരുന്ന സ്ഥലം കേട്ടോ. ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് ഇവിടുന്ന്. സൂപ്പർ ഏരിയ ആണ് കണ്ടാ. പിന്നെ ഇഴജന്തുക്കളൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഏകദേശം ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് സംസാരിക്കാൻ പറ്റില്ല, അതാണ് ഫിഷിങ്ങിൻ്റെ ഒരു നിയമം. ഓവറായിട്ട് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ക്യാമറ എടുത്തരാൻ ആളില്ല, ചൂണ്ടിടും വേണം, ക്യാമറ എടുക്കും വേണം, ട്രൈപോഡ് എടുത്തിട്ടില്ല. എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല, മാക്സിമം കിട്ടുന്നതോളം ഞാൻ ഷൂട്ട് ചെയ്ത് തരാം. ഓക്കെ, പിന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂണ്ടിട്ടൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അതിന് സജ്ജമായിട്ട് വരാമെന്ന് വിചാരിച്ചങ്ങാണ്ട് വന്നതാണ്. ഏകദേശം ഒരു ഷോട്ട് ഉണ്ടാക്കാം, അതായത് ഫിഷിംഗ് വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. മീനിൻ്റെ ആക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷിംഗ് വീഡിയോ ചെയ്യാം കേട്ടോ, അത് നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഏരിയ, പ്ലേസ് കണ്ടാ, നല്ല ഏരിയയാണ്. വേറെ ആരുടെയും ഒരു ശല്യമല്ല. അപ്പോൾ അതാ തോടണ്ട. ഇന്നൊക്കെ ഞങ്ങൾ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് ഞാൻ. പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കാണുക. എന്താ ആ തോട്. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയേക്കാം. കുറച്ചാണ്ട് മുന്നോട്ട് പോയാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ചേർക്കട്ടാ. എറിയണതൊന്നും എടുക്കാൻ കഴിയില്ല, അതാണ് ഒന്നാമത്. ഇത് തെങ്ങൊക്കെ പട വൈകി വീണുകളല്ലേ കണ്ട. അവിടെ അപ്പുറത്തേക്ക് കിടക്കാനൊരു വഴിയായി കണ്ട. ആദ്യം അതൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഈ ഏരിയയിലൊന്ന് എറിഞ്ഞു നോക്കാം. അപ്പോൾ ഞാൻ ഈ ഏരിയയിലൊന്ന് എറിഞ്ഞു നോക്കട്ടെ. നമ്മൾ പോകുന്ന ഏരിയകളൊക്കെ ഒന്ന് കാണണ്ടേ. കണ്ട ഈ ചാലൊക്കെ ചാടി കടന്ന് കണ്ട. പിന്നെ കഴിയുന്നത് ഒറ്റയ്ക്ക് വരാതിരിക്കുക ഈ ബൈക്കൊക്കെ. കാരണം പേടി വരുവേ, അപ്പോൾ ഒരാളും കൂടി ഉണ്ടെങ്കിൽ മുന്നിൽ പറയാനേ. അതാണ് ഏരിയ. അപ്പോൾ പ്ലേസ് സൂപ്പറാണ് കേട്ടോ, കിട്ടില്ല പ്ലേസാണ്. ഹലോ ഗൈസ്, ഒന്നുമില്ല. കാസ്റ്റിങ്ങിന് പറ്റിയ മീനുകൾ ഇപ്പോൾ ഇല്ല തോന്നുന്നു. ഇപ്പോൾ ഉള്ള മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂണ്ടയിൽ ഇര കോർത്തിട്ടുള്ളതുണ്ടല്ലോ, ഞാഞ്ഞോട് കോർത്തിട്ട്, അതേപ്പോൾ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ ഏതായാലും അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ.
അത് നമുക്ക് സിമ്പിളാണ്, നമ്മൾ ചെയ്യാറുള്ള പരിപാടികളാണ് അതൊക്കെ. അപ്പോൾ ഇത് ഏതായാലും 1-2 പ്രാവശ്യം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കണ്ട ഏരിയ കണ്ട, നമ്മൾ ഇതും പിടിച്ച് വന്ന് ഏകദേശം ഈ ഒരു അവസ്ഥയിലാണ്. മഴ ഉണ്ടാവുമെന്ന് വിചാരിച്ചത്, മഴ ഒന്നുമില്ല. കണ്ട ഏരിയ അങ്ങോട്ട് പോകണം, ഇഞ്ഞവിടെ എല്ലാ ജന്തുക്കളും ഉണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങോട്ടും പോകണില്ല. അങ്ങോട്ട് പോയാലേ പണി വാളും. ഒരാൾ കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. ഒരു കാര്യം മനസ്സിലായി, നല്ല പിലാപ്പി ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്ത് വരുന്ന അറിയില്ല, പിലാപ്പി, പൊരുക്ക് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേര് വരുന്നത്. അതൊന്നും ഈ സാധനത്തുമ്പോൾ കിട്ടൂല. ഒരു കഴിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 1-2 മീനെ കിട്ടിങ്ങാണ്ട് കാണിച്ചു തരാമായിരുന്നു. കണ്ടാ മഴക്കാറ് വന്നു തുടങ്ങി. പേടിക്കണ്ട, കവറുണ്ട്. മീനിടാൻ പറ്റിയില്ലെങ്കിലും ഫോണ് കവറിലിട്ട് കൊണ്ടുപോകാൻ നനയാതെ. അപ്പോൾ ആ കാര്യം നടക്കും. അപ്പോൾ ഒന്നിനെങ്കിലും പിടിച്ച് കാണിച്ചു തരാതെ എങ്ങനെയാണ്? അപ്പോൾ ഇപ്പോൾ ഇതാണ് അവസ്ഥ. കണ്ട തോട്ടിലിട്ടുങ്ങാണ്ട് ഇങ്ങനെ കൊണ്ടുപോവാം. നല്ല പരിപാടിയാണ്. ഇപ്പോൾ നേരത്തെ ഈ മരത്തിൽ ഒടുക്കണ്ടായിരുന്നു, ഉടക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പണിയായിരുന്നു. ഇപ്പോൾ ഈ പരിപാടിയാണ്. കണ്ട ഈ സൈഡിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി കൊത്തട്ടെ. ഇത് എറിഞ്ഞിട്ട് കാര്യമില്ല, കഴിച്ചുകൊണ്ടായിട്ട് കൂടി വരണം. പിന്നെ അല്ലെങ്കിൽ രാവിലെ വരണം. രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും. ഇത് നമ്മുടെ 10 മണിക്ക് ശേഷം ആയതുകൊണ്ട് കുഴപ്പമില്ല, കിട്ടാമെന്ന് വിചാരിച്ച് കിട്ടും. ക്ഷമയാണ് വേണ്ടത്. എന്താ മുന്നോട്ട് കണ്ട നല്ല കാറ്റ് വന്നോളും. എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ എറിയണത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റണില്ല. മഴ ചാറുണ്ട് കേട്ടോ, ചെറുതായിട്ട് പൊടിയുണ്ടേ. അതേ ഒരു വിഷമമുള്ളൂ. ട്രൈപോഡ് എടുത്താൽ മതിയായിരുന്നു. ഞാൻ അങ്ങനെയല്ല, ഒന്ന് വെറുതെ ഒന്ന് പോയേക്ക് വരാം. അങ്ങനെ ഉണ്ട്, മീനിൻ്റെ ഒക്കെ ആക്ടിവിറ്റി ഉണ്ടോ അതിനനുസരിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് വെറുതെ അങ്ങോട്ട് ചൂണ്ടെടുത്ത് ഇറങ്ങിയതാണ്. മേടിച്ച് വെച്ചിട്ടേ 1 കൊല്ലം കഴിഞ്ഞിട്ടപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചൂണ്ടയുടെ വർക്കിങ്ങൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ മീൻ കിട്ടണേ കാണിക്കാം കേട്ടോ. ചിലപ്പോൾ പിടിക്കണേ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കിട്ടിയതെങ്കിലും കാണിക്കാം ഇതിൽ. ഓക്കെ, നോക്കട്ടെ, ശ്രമിക്കട്ടെ. മുട്ടുമീൻ തുറക്കപ്പെടുന്നല്ലേ, മുട്ടിയാക്കട്ടെ. അപ്പോൾ മക്കളെ ഒരു രക്ഷയില്ല. അപ്പോൾ ശ്രമിക്കും, പിടിച്ചിട്ട് കാണിച്ചു തരണ്ടേന്. നമ്മൾ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടൂല എന്നുള്ളതല്ല, ഇപ്പം എന്തോ മഴ പെയ്ത് വെള്ളം കയറിയിട്ട് മീനൊന്നും അങ്ങനെ ആക്റ്റീവ് അല്ല. ഞാൻ പറഞ്ഞില്ലേ, അമ്മേ പിലാപ്പിയാണ് ഇപ്പോൾ ഉള്ളത്. പിലാപ്പിയാണെങ്കിൽ ഈ കിണ്ടി നമുക്ക് കിട്ടൂല. അപ്പോൾ ഫിഷിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ ഏരിയയിൽ ഫിഷിംഗ് വീഡിയോ മാത്രമല്ല കേട്ടോ നടക്കണേ, വേറെ സംഭവം കാണിച്ചതാ. കണ്ടാ അതേ കാര്യമായിട്ട് തേങ്ങൊക്കെ മളുക്കുന്നുണ്ട്. അല്ല പൊളിച്ചിട്ടിക്കണ്. അത് പിന്നെ ഉണ്ടാവുമല്ലോ, ആളനക്കല്ലാത്തൊക്കെ സ്ഥലങ്ങളിൽ ഇമ്മാതിരി പരിപാടികളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കണ്ട, നമ്മൾ നമ്മളെ പരിപാടി നോക്കി പോവാം. ഓക്കെ, അതിപ്പോൾ എന്താണ് ഇവിടെ കുറുക്കന്മാരൊക്കെ ഉണ്ടാവുമെന്ന് അതും നോക്കണം. അപ്പോൾ ഞാൻ നോക്കട്ടെ കേട്ടോ. അമ്മേ ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് ഒക്കെ ഒരു രസം. ചുറ്റും പൊന്തയാണ്, നടുവിൽ തോടാണ്. നല്ല വൈബ് സ്ഥലം കേട്ടോ. ഇവിടെ 1-2 സ്ഥലത്ത് കൊണ്ടൊന്ന് എറിഞ്ഞു നോക്കട്ടെ. കാരണം സംസാരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്യും, എടാ പൊട്ടാ നീ സംസാരിച്ചുകൊണ്ട് പോയിട്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത്, പിന്നെ എനിക്ക് എങ്ങനെ കിട്ടാനാണെന്ന്. ഞാൻ ഇടുന്ന സ്ഥലത്തു നിന്നൊന്നും സംസാരിക്കില്ല കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒന്ന് സംസാരിച്ചെന്നുള്ളൂ. ഓക്കെ, ആ ഭാഗത്തുകൂടെ ഒന്ന് എറിഞ്ഞു നോക്കട്ടെ. ഇതൊക്കെയാണ് അവസ്ഥ.
കുടി എറിയാനുള്ള സാധനം ഇല്ല കൈ. മയിലുണ്ട് തോന്നണേ, അല്ലാതെ പോയി ഇങ്ങനെ അറിയില്ല. അതുപോലെ ഗൈസ് നമുക്ക് പറഞ്ഞ പോലെ മീൻ കിട്ടിയിട്ടാ. അല്ലേ ചിമുട്ട സാധനമാണ്, കണ്ടു നോക്ക്. സാധനതാ മീൻ കിടുക്ക സാധനം, കുഴപ്പമില്ല, ഒരക്കിലോ ഉണ്ടാവും. അപ്പോൾ മീൻ കിട്ടില്ലാന്ന് ചോദിച്ചാൽ നിരാശനായി വന്നതാണ്. അപ്പോൾ ഏകദേശം അതിന് തീരുമാനമായി. കണ്ടാ മീൻ ചിമുട്ട സാധനം കണ്ട. അതുപോലെ ഗൈസ് ഒരുപാട് സന്തോഷമായിട്ടാ. അവിടെ വരെയൊക്കെ പോയി വന്നതാണ്. ഒന്നും കിട്ടിയില്ല, ഒരു ആക്ടിവിറ്റി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹാപ്പി. സാധനം എന്താ മീൻ. ഓക്കെ, ഒരു 1-2 പ്രാവശ്യം കൂടി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ, കിട്ടിയാലോ. ശ്രമിക്കാം. എന്താ കവറൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവനെ നമുക്ക് മെല്ലെ കവറിലേക്ക് ആക്കാം. ഓക്കെ, ഹാപ്പി. അത് ഈ ഫിഷിങ്ങിന് പോയവർക്ക് അറിയാം, ഒരു മീൻ കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷമേ. അത് അനുഭവിച്ചുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഫിഷിങ്ങിന് പോകണവർ ഒന്ന് മെല്ലെ കവറിലാക്കട്ടെ, അല്ലാണ്ട് കളിച്ചുകൊണ്ടിരുന്ന സാധനം പോവും. ഇത് വിയറ്റ്നാം വരാനല്ല തോന്നുന്നു, നാടനല്ല. അല്ല ഫ്രോഗ് നല്ല രീതിയിൽ കയറിയിട്ടുണ്ടേ. അപ്പോൾ പിന്നെ മെല്ലെ ഉക്കൊന്ന് റിലീസായിട്ടെ. പ്ലേസ് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് അവനെ എടുക്കാൻ നല്ല രീതിയിൽ ഉടക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത മീനിന് ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കട്ടെ, കിട്ടിയാലോ. അപ്പോൾ ആ കിട്ടിയ ഒരെണ്ണം തന്നെ ഉള്ളൂ. ഇവിടെ ഇട്ട് നോക്കി, ഇവിടെ നിന്നൊന്നുമില്ല, ഒഴുക്കായതുകൊണ്ടൊക്കെ പോയി തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ പുലർച്ചെ വന്നിടണം. അപ്പോൾ കിട്ടിയ ഒരെണ്ണമായിട്ട് മെല്ലെ അടുത്ത സ്പോട്ടിലേക്ക് പോയേക്കാം. സന്തോഷമായി, വെറും കൈയോടല്ലല്ലോ. അടുത്ത വല വെച്ച് മീൻ പിടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഒഴുക്കിൽ വല വെച്ചിട്ട് നല്ല ഒഴുക്കാണ്, പിന്നെ റോഡാണ്. എന്താ സ്പീഡ്, നമ്മളെ വണ്ടി അവിടെ ഉണ്ട്. അതുപോലെ വണ്ടിയൊക്കെ എടുത്ത് കണ്ടാ മീൻ പിടിക്കാൻ വന്നത്. മീൻ ടിക്കിക്ക് കിട്ടട്ടെ, വല്ല അടുത്ത സ്പോട്ടിലേക്കൊന്ന് പോയേക്കാം. അല്ല കൈസ്, അടുത്ത ഏരിയ പ്രതീക്ഷകൾ ഉണ്ടാ. കൈതപ്പൊന്തൊക്കെ ഉണ്ടല്ലോ അടുത്ത ഏരിയയിൽ. ടാസ്ക്കാണ് കൈതപ്പൊന്ത. നമുക്ക് ഇവിടെ നിന്ന് എറിഞ്ഞു നോക്കാം. ഒരു 1-2 പ്രാവശ്യം കൂടി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ, കിട്ടിയാലോ. ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഈ സ്പോട്ടിലൊന്നുമില്ല ഗൈസ്. വെയിൽ വന്നു തുടങ്ങി. വെയിൽ വന്നാൽ മീൻ കിട്ടാൻ കുറച്ച് പാടാണ്. കണ്ട കൈതപ്പൊന്തൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഒരു സംഭവം ഞാൻ സംഭവം കാണിച്ചേ. ബ്രാലും കുട്ടികളെ തോന്നുന്നു. നോക്കിട്ടാ നല്ല രീതിയിൽ പൊളക്കണണ്ട. കണ്ടാ ബ്രാലും കുട്ടികളാണ്, വളർന്നു വലുതാവട്ടെ ഇനി. അപ്പോൾ ഈ ഭാഗത്ത് കിട്ടുന്നത് അത്ര സേഫ് അല്ല, കാരണം അമ്മ വന്ന് ചൂണ്ട കൊടുക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്തിനാ വെറുതെ. നമുക്ക് വരുന്നത് മാറ്റി പിടിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ട് തപ്പി പോവാം. എത്ര തോരയാണ് ഗൈസ്, നോക്കി. ഉണ്ടാ തോനെന്ന് പറഞ്ഞാൽ തോനെ ചോരക്കുട്ടികൾ ഉണ്ടാ. എത്രണ്ണാണ്. ഇതൊക്കെ കാണുന്നത് സന്തോഷമാണ് ഗൈസ്, കാരണം അടുത്ത ചൂണ്ടടലിലേക്ക് മീനുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഗൈസ് കിട്ടിയ സാധനം കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മയുടെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ട് നോക്കാട്ടാ. അതെടുക്കാം. ഓക്കെ, ഞാൻ കാണിച്ചത് കാരണം കുറേ ഞാൻ പറഞ്ഞില്ലേ, 1 കൊല്ലത്തോളമായി ഇപ്പോൾ
ഇങ്ങനെ മീൻ പിടിക്കാൻ പോയിട്ട്. അപ്പോൾ അത് തിന്നിട്ട് കുറേ ആയി. ടി വിയിലൊക്കെ ഇങ്ങനെ ഫിഷിംഗ് വീഡിയോ കാണുമ്പോഴേ ബ്രാലിനെ കാണുമ്പോൾ തിന്നാനൊക്കെ പൂതി പറയലുണ്ട്. അപ്പോൾ ഇതൊന്ന് കൊണ്ടുപോയി അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത് നോക്കാം. അമ്മയുടെ എക്സ്പ്രഷൻ നമുക്ക് വീഡിയോ ആക്കും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോഴേ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് എറിയണ വീഡിയോസുകളൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം എടുത്തൊരാളില്ലാത്തതുകൊണ്ടാണ് ഒന്നാമത്. ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ഫിഷിംഗ് വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോസുമായി വീണ്ടും വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോസുമായി വീണ്ടും വരാം. ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തി. ഗൈസ് നമുക്ക് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ എക്സ്പ്രഷൻ ഒന്ന് നോക്കാം. ഇവിടെ വരി. അല്ല ആൾ കാത്തിരിക്കുക മീൻ കൊണ്ടുവരുന്നേ. തുറന്ന് നിർത്താനായി. ചെറിയ കെട്ടല്ലേ കെട്ടിയുള്ളൂ. നോക്കി വലുതല്ല, ഒരു പാകം. അത് കയ്യിലെ കടി ഇതാക്കുന്നത് കടി കൊള്ളണ്ട. എങ്ങനെയുണ്ട്? വലിയ മീനാണ്. ഇവിടെ നിലത്തിടുക. എങ്ങനെയുണ്ട്? ഹാപ്പി ആയില്ലേ? അതിൽ തല വേണമെങ്കിൽ കറിയും വെച്ചോളി, മറ്റേ വറുക്കും ചെയ്താളി, അല്ലെങ്കിൽ വറുത്താളി. മുരിങ്ങേൻ്റെ കറിയില്ലേ, ഇത് വറുത്താളി. ബാള ഹാപ്പി. ഓക്കെ.